നിൽക്കുക എന്നതാണ്. ഒരു നല്ല യാത്രയ്ക്ക് ആവശ്യമായി വരുന്നത് നല്ലൊരു കൂട്ടുകാരനും. വളരെ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടൊരു മറ്റൊരു സ്പോട്ടാണ് ഈ ഒരു ഡാം. പേരോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം കാണും. ഏതായാലും നമുക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ട് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം നമ്മൾ ചെന്നിട്ട് സമയത്തൊക്കെ വന്നാൽ നമുക്ക് ഇതിന് കേൾപ്പൊക്കെ ഇന്ന് വെള്ളം ചാടില്ല, കുറവൊന്നും ചാടില്ല. അപ്പൊ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ചാടി ഫീലേ തോന്നിയിട്ടില്ല. ഏതാണ്ട് ഒരു വലിയ ഒരു പാർക്കിൽ വന്നൊരു അവസ്ഥയായിരുന്നു. ചുമ്മാ ഭാര്യനെ മക്കളൊക്കെ ആയിട്ട് ചുമ്മാ ഇറങ്ങുക. കാരണം കാണാനുള്ള മുതലുണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇച്ചായൻ്റെ വ്ളോഗ്സ്. നമ്മുടെ ഈ ഈരാറ്റുപേട്ട അടിമാലി ട്രിപ്പ് വന്ന് നിൽക്കുന്നത് ഇടുക്കി രാമക്കൽമേടിലാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനിയിപ്പം അടുത്തത് പോകുന്നത് തൂക്കുപാലത്തിലോട്ടാണ്. തൂക്കുപാലം അവിടെ നിന്ന് നേരെ രാമക്കൽമേട് പോയി അവിടുത്തെ സൂയിസൈഡ് പോയിന്റിന്റെ പിന്നെ കുറവത്തി മലയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനാണ് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ ആനക്കല്ല് പട്ടത്തിമുക്ക് താനിമോളെ കളിയാക്കിയിരിക്കുന്നത് താന്നിമൂട്. എടാ അങ്ങോട്ട് കയറ്റി വിടുന്ന കൂടെ ഇവിടെ തന്നെ ചോദിച്ചാൽ മതിയായിരിക്കും. ആ സൂയിസൈഡ് പോയിന്റ് അങ്ങോട്ട് കയറ്റി വിടുന്നത്, അങ്ങോട്ട് കയറ്റി വിടുന്നു. അല്ല പൈസ ഗൂഗിൾ പേ ഇല്ല. ഇടുക്കി രാമക്കൽമേട് തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്ത് നിന്നും വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. 3500 അടിയോളം സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുണ്ട് രാമക്കൽമേടിൻ്റെ ഈ മലയ്ക്ക്. എനിക്കും വയസ്സായി, എന്റെ നടുവിനും വയസ്സായി. നല്ല രീതിയിലുള്ള കാറ്റുണ്ട് ഫ്രണ്ട്സ്. നമ്മളിപ്പം അത് ഈ തണുപ്പ് ഒരു രക്ഷയില്ല. മണിക്കൂറിന് 35.5 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ കാറ്റ് വീശാറുള്ളത്. ഇത്രയും കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ദൂരെ നിന്നുള്ള വ്യൂ അതും പൊളിയല്ലേ. ഇവിടുന്ന് മല കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് കുറവൻകുറത്തിയുടെയും പിന്നെ ഒരു മലമുഴക്കി വേഴാമ്പലിൻ്റെയും ശില്പങ്ങളാണ്. പിന്നെ അവിടെ നിന്നുള്ള തമിഴ്നാടിൻ്റെ മാരക വ്യൂ. 1/8/2005 ജിനിൽ CB എന്ന ശില്പിയാണ് ഈ കുറവൻകുറത്തിയുടെ ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ആംബിയൻസും ഈ ഗോപുരവും കണ്ടപ്പോഴത്തേനും കയറിയിരിക്കാൻ തോന്നിയിട്ടിരുന്നതാണ്. അടിപൊളിയല്ലേ. മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇവിടെ ആളും തിരക്കോ പിള്ളേരുടെ ശല്യമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ഇത് കണ്ട് എൻജോയ് ചെയ്യാനുള്ള സമയം സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. KR ഹരിലാൽ എന്ന ശില്പിയാണ് ഈ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഈ ഒരു ഫുൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് തമിഴ്നാട്ടിലുള്ള ഡയറക്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. രാമൻ സീതനെ തേടി ഇവിടെ എത്തിയപ്പോഴത്തേനും രാമൻ്റെ കാല് പതിഞ്ഞ സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇവിടെ രാമക്കൽമേട് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ശില്പം നേരെ ചുണ്ടുവെച്ചിരിക്കുന്നത് സൂയിസൈഡ് പോയിന്റിലോട്ട് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മളെ അടുത്ത വീഡിയോ സൂയിസൈഡ് പോയിന്റ് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിരുവാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകുന്നതാണ്. നമ്മളും അത്ര വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുന്നതായിരിക്കും.